അപ്പോൾ ഇന്ന് നമ്മൾ 12 ജനുവരി 2025 ഞായറാഴ്ചത്തെ പത്രത്തിൻ്റെ വാർത്തകളാണ് നോക്കുന്നത്. ഇത് നമ്മൾ മാധ്യമ പത്രമാണ് കുറച്ച് ദിവസമായിട്ട് എടുക്കുന്നത്. ഇടയ്ക്കുള്ള ദിവസങ്ങളിൽ മാറ്റിയെടുക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായും 2 വാർത്തകളെ നമ്മൾ അതെടുത്തിട്ടുള്ളൂ. ഇന്ന് ഇടയ്ക്ക് മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹത്തിന് യാത്രാമൊഴി നൽകി. അടുത്ത് നോക്കിയാൽ ISROയുടെ ഇവിടെ ISRO എന്ന് വായിക്കണം, അത് തിരുത്തി വായിക്കുക. ISROയുടെ സുപ്രധാന ദൗത്യമായ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന് മുന്നോടിയായി ഉപഗ്രഹങ്ങൾ തമ്മിൽ അകലം കുറച്ചു. 220 കിലോമീറ്റർ ആയിട്ട് അകലം കുറച്ചിട്ടുണ്ട്. അതിൻ്റെ വാർത്തകളൊക്കെ നിങ്ങൾ ഇന്നലെ കണ്ടു കാണും. എന്താണ് സംഭവം? 2 ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് സംയോജിപ്പിക്കുന്ന ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. ഇത് 3 പ്രാവശ്യം ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടത്തിയായിരുന്നു. പക്ഷേ പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് ഒരുങ്ങി. പക്ഷേ അനുകൂല സാഹചര്യമല്ലാത്തതിനാൽ ISRO അത് മാറ്റിവെക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പം അതിൻ്റെ പരീക്ഷണം നടക്കുകയാണ്. ISROയുടെ സുപ്രധാന ദൗത്യമായ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിന് മുന്നോടിയായി ഉപഗ്രഹങ്ങൾ തമ്മിൽ അകലം കുറച്ചു. എന്താണ് സംഭവം? 2 ബഹിരാകാശ പേടകങ്ങളെ ഭൂമിയുടെ ഭ്രമണപഥത്തിൽ വെച്ച് സംയോജിപ്പിക്കുന്ന ഒരു ദൗത്യമാണ് സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ചോദിക്കാം, ISROയുടെ ഈ ദൗത്യം എന്താണ് ഈ സ്പേസ് ഡോക്കിംഗ് എന്ന് പറയുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ അതുകൂടി ഓർത്തിരിക്കുക. അപ്പോൾ ഇന്നത്തെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിൽ പ്രത്യേകിച്ച് ന്യൂസിൽ പറയുകയാണെങ്കിൽ CMRL മാസപ്പടിയിൽ കേന്ദ്രം എന്ന് പറയുന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. കൊച്ചി മിനറൽസ് ആൻഡ് റൂട്ടൈൽ ലിമിറ്റഡ് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഴിമതിയുടെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. പിന്നെ അജിത്കുമാറിനെ ക്ലീൻ ചീട്ട് വിജിലൻസ് റിപ്പോർട്ട് ഡയറക്ടർ മടക്കി എന്ന് പറയുന്നൊരു ADGP ആണ് MR അജിത്കുമാർ. അദ്ദേഹത്തിന് വിജിലൻസ് ക്ലീൻ റിപ്പോർട്ട് നൽകി എന്ന് പറഞ്ഞൊരു വാർത്ത ഉണ്ടായിരുന്നു. പിന്നെന്താ പറഞ്ഞാൽ തിങ്കളാഴ്ച ഉച്ചവരെ പമ്പുകൾ അടച്ചിടും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസപ്പടിയല്ല വാർത്തയും ഉണ്ടായിരുന്നു. പിന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നിയമസഭയിൽ പുസ്തകോത്സവം നടക്കുന്നുണ്ട്. അതൊരു വാർത്തയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളുമുണ്ട്. പക്ഷേ ഇതൊന്നും എത്ര ഇമ്പോർട്ടൻ്റ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇതിൽ കൊടുക്കാത്തത്. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ നോക്കാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ട് അതാണ് നമ്മുടെ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബൈ, താങ്ക് യു.